ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം അലീന. അപ്പോൾ ഇന്ന് ഞാൻ വന്നത് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നമ്മുടെ മോനുവിൻ്റെയും അമ്മയുടെയും ആൻറ്റിയുടെയൊക്കെ സ്റ്റോറിയില്ലേ, ആ സ്റ്റോറിയുടെ 3rd പാർട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ പാർട്സിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലോ കമൻറ്റ് ബോക്സിലോ കൊടുത്തേക്കാം. അപ്പോൾ അത് കേട്ടിട്ടില്ലാത്തവർ അത് കേട്ടിട്ട് ബാക്കി ഇവിടെ കണ്ടിന്യൂ ചെയ്യണേ. തുടങ്ങാം. ഇപ്പോഴും തോന്നുന്നുണ്ടോ എന്ന അമ്മയുടെ ചോദ്യത്തിന് തോന്നുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ അമ്മ ഇങ്ങനെ എൻ്റെ ആഗ്രഹം സാധിച്ചു തരുമെന്ന് കരുതിയിരുന്നില്ല. എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പരസ്പരം മുഖത്തോട് മുഖം നോക്കിക്കിടന്നു. അമ്മേ, എന്താടാ? അമ്മയ്ക്ക് എപ്പോഴാ എന്നോട് ഇങ്ങനെയൊക്കെ തോന്നി തുടങ്ങിയത്? അറിയില്ല മോനെ, എനിക്കെന്നെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. പിന്നെ ഉണ്ണിക്കുട്ടനെ കണ്ടപ്പോൾ വിടാനും തോന്നിയില്ല. മോനിഷ്ടായോ? നല്ലോണം. അമ്മയ്ക്കോ? കുറേ വർഷത്തിന് ശേഷം ഞാൻ ഇത്രയും സുഖിക്കുന്നത് ഇപ്പോഴാ മോനെ. അപ്പോൾ അച്ഛൻ്റെ ഒപ്പമോ? 3 പ്രസവം കഴിഞ്ഞതുകൂടി അച്ഛൻ്റെ താല്പര്യം കുറഞ്ഞു. അത് അച്ഛൻ്റെ പ്രായത്തിൻ്റെ ആവാം. എന്നേക്കാൾ 15 വയസ്സ് കൂടുതലുണ്ട്. അമ്മ ഇപ്പം കണ്ടാലും ഒരു 35 തോന്നിക്കൂ. എങ്ങനെ കണ്ടാ? ഡ്രസ്സോടെ കണ്ടാൽ ഒരു 38, അല്ലാതെ കണ്ടാൽ 35. അമ്പടാ, മതി കിന്നരിച്ചത്. സമയം കുറേയായി, ഉറങ്ങാൻ നോക്ക്, ഇല്ലെങ്കിൽ നാളെ നേരം വൈകും. അങ്ങനെ ഞങ്ങൾ അങ്ങനെ തന്നെ പരസ്പരം കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങി. പിറ്റേ ദിവസം ഞാൻ എഴുന്നേൽക്കുന്നതിന് മുമ്പ് തന്നെ അമ്മ റൂമിൽ നിന്നും പോയിരുന്നു. ഇന്നലത്തെ സംഭവം എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്ത സ്വപ്നം പോലെ തോന്നി. അപ്പോഴാണ് അമ്മ ഒരു കപ്പ് ചായയുമായി റൂമിലേക്ക് വന്നത്. അമ്മയുടെ വേഷം കണ്ട് ഞാൻ ഞെട്ടി. പിങ്ക് നിറത്തിലുള്ള നൈറ്റ് ഡ്രസ്സാണ് വേഷം. 2 ഷോൾഡറിൽ നിന്നും ഓരോ വള്ളിയുടെ സപ്പോർട്ട് മാത്രം. തുടയുടെ പകുതി വരെ മാത്രം ഇറക്കം. ആ വെണ്ണ തുടകൾ ആ ഡ്രസ്സിൽ കൂടുതൽ തിളക്കമുള്ള പോലെ തോന്നി. ഷോൾഡറിൽ നിന്നുള്ള വള്ളി പുറകിൽ നല്ലോണം ഇറങ്ങി ഡ്രസ്സ് ഒരു യു ഷേപ്പിൽ കട്ട് ചെയ്ത പോലെ. അമ്മയുടെ പുറം മുക്കാഭാഗവും കാണാവതിൽ. ചായ ടേബിളിൽ വെച്ചിട്ട് അമ്മ എന്നെ നോക്കി. അമ്മയുടെ മുഖത്ത് ഒരു നവവധുവിൻ്റെ നാണം ഉണ്ടായിരുന്നു. ഞാൻ എഴുന്നേറ്റ് അമ്മയുടെ അടുത്ത് ചെന്നു. ഞാൻ ചെന്ന് അമ്മയെ കെട്ടിപ്പിടിച്ചു. എന്നിട്ട് ചുണ്ടിലൊരു ഉമ്മ കൊടുത്തു. മതി, അവരെല്ലാം എണീറ്റ്. മോനു, വേഗം താഴോട്ട് വാ എന്ന് പറഞ്ഞ് എൻ്റെ ചുണ്ടിൽ പയ്യെ ഒരു ഉമ്മ തന്ന് പെട്ടെന്ന് താഴെ പോയി. പോകുന്ന വഴിക്ക് എന്നെ തിരിഞ്ഞു നോക്കി വായ പൊത്തിച്ചിരിച്ചു. കാലത്ത് തന്നെ ഒരു കളി പ്രതീക്ഷിച്ച് ഉണ്ണിക്കുട്ടൻ എണീറ്റിരുന്നു. ഡ്രസ്സിട്ട് ഞാൻ താഴെ ചെല്ലുമ്പോൾ അമ്മ അടുക്കളയിലാ. ചേച്ചിയും അനിയത്തിയും അപ്പോഴാണ് റൂമിൽ നിന്നും ഇറങ്ങി വന്നത്. അമ്മ എന്നെ പറ്റിച്ചതാ. ചേച്ചി ഒരു ഫ്രോക്കും ബനിയനും, അനിയത്തി ഒരു ഷോർട്ട്സും കൈയില്ലാത്ത ബനിയനുമാണ് വേഷം. ഞങ്ങൾ 3 പേരും അടുക്കളയിൽ പോയി. അമ്മേ, ഇതെന്താ ഈ വേഷത്തിൽ? അതെന്താ, ഇതിട്ടുകൂടെ? അപ്പോൾ നൈറ്റ് മാത്രം ഇട്ടതിന് അമ്മ പറഞ്ഞതോ എന്ന് ചേച്ചി ചോദിച്ചു. ഓ, എന്നാ നിങ്ങളും ഇട്ടോ പോരെ, ഇനിയൊന്നും ഇട്ടില്ലേലും കുഴപ്പമില്ല. എല്ലാവരും ചിരിച്ചു. അപ്പോൾ അനിയത്തി പറഞ്ഞു, അമ്മേ, ഈ വേഷത്തിൽ അമ്മ അടിപൊളിയായിട്ടുണ്ട്. ചേച്ചി എന്നെ നോക്കിയിട്ട് ചോദിച്ചു, നല്ല കിടിലൻ ലുക്കല്ലേടാ? ഞാനൊന്നും മൂളി. അനിയത്തി, അമ്മേ, ഞങ്ങളും ഇതുപോലെ ഇടും. ഈ ഐറ്റം എപ്പോൾ വാങ്ങിയതാ? അത് ആൻറ്റി തന്നതാ. എനിക്കും വാങ്ങിത്തരുമോ? കുറച്ച് നാൾ മുമ്പ് ആൻറ്റി വാങ്ങി തന്നതല്ലേ ഉള്ളൂ, അപ്പോഴേക്കും വാങ്ങാറായോ? അപ്പോൾ വാങ്ങിയത് ഉള്ളൂ, ബാക്കിയൊക്കെ ചെറുതായി അമ്മേ. അനിയത്തി ചിണുങ്ങി. അപ്പോൾ ഞാൻ പറഞ്ഞു, ആഹാ, എന്നാൽ വേഗം തന്നെ അമ്മയുടെ മാറി മാറി ഉപയോഗിക്കാം അല്ലേ? പോ ചേട്ടാ, കളിയാക്കാതെ. അമ്മ പറഞ്ഞു, ശരി, ആദ്യം വല്ലതും കഴിച്ചിട്ട് പോയി വാങ്ങാം. ഞങ്ങൾ കഴിക്കാൻ ടേബിളിലിരുന്നു. അമ്മയും ഞാനും ഒരു സൈഡിൽ, നേരെ എതിർവശത്ത് അവർ 2 പേരും. ഞാൻ ടേബിളിനടിയിലൂടെ അമ്മയുടെ തുടയുടെ മുകളിൽ കൈവച്ചു. അമ്മ എന്നെ പാളി നോക്കി. വേറെ പ്രതികരണമൊന്നും ഉണ്ടായില്ല. ഞാൻ പതിയെ ആ തുടകളിൽ ഒഴിഞ്ഞ് ചിത്രം വരയ്ക്കാൻ തുടങ്ങി. അപ്പോൾ അമ്മ, എന്താ അമ്മേ? ചേച്ചി ചോദിച്ചു. ഒന്നുമില്ല മോളെ, ഒരു മുളക് കടിച്ചതാ. ഞാൻ അപ്പോഴും എൻ്റെ പണി തുടരുന്നുണ്ടായിരുന്നു. ചേച്ചി എന്നെ പാളി നോക്കി. അപ്പോൾ തന്നെ എൻ്റെ കാലെടുത്ത് ചേച്ചിയുടെ കാലിൽ മുട്ടിച്ചു. എന്നിട്ട് കാൽപാദം മുതൽ തുട വരെ ഉരച്ച് തുടയിൽ കാല് വെച്ചു.
അപ്പോൾ ചേച്ചി കസേര മുന്നിലേക്ക് വലിച്ചിട്ടിരുന്നു. ഞാൻ ചേച്ചിയുടെ അടുത്തും ചിത്രപ്പണി തുടങ്ങിയതും ചേച്ചിയും ഒച്ചയുണ്ടാക്കി. എന്താ മോളെ? ഞാനും ഒരു മുളക് കടിച്ചതാ അമ്മേ. എന്നിട്ട് അമ്മയുടെ മുഖത്ത് നോക്കി കണ്ണിറുക്കി. കുറച്ചു നേരം എൻ്റെ കാലിനും കൈക്കും റെസ്റ്റ് ഇല്ലായിരുന്നു. പെട്ടെന്ന് അനിയത്തി എഴുന്നേറ്റ് എൻ്റെ കഴിഞ്ഞു എന്ന് പറഞ്ഞു. ഞങ്ങൾ വേഗം പഴയ പോലെ ഇരുന്നു. കുറച്ച് കഴിഞ്ഞ് അനിയത്തി വന്ന് പറഞ്ഞു, ചേട്ടാ നമുക്ക് പോവാം. ഓക്കെ മോളെ, ഞാൻ റെഡി. നിങ്ങൾ വേഗം വരില്ലേ? ഇല്ല, ഞങ്ങൾ കുറേ കറങ്ങിയിട്ടേ വരൂ. അപ്പോൾ ചേച്ചി പറഞ്ഞു, അയ്യടി വേഗം വരണം, എനിക്കും അമ്മയ്ക്കും സൂപ്പർ മാർക്കറ്റിൽ പോകാനുള്ളതാ. വേഗം വരാൻ ചേച്ചി, അവൾ വെളുതെ പറയുന്നതാ. പോകുന്ന വഴിക്ക് അനിയത്തി പറഞ്ഞു, ചേട്ടാ പുതിയ മോഡലൊക്കെ വന്നിട്ടുണ്ട്, എൻ്റെ ഫ്രണ്ട്സൊക്കെ വാങ്ങി, എനിക്കും അതുപോലത്തെ വാങ്ങണം. അവർ നിനക്ക് ഇട്ട് കാണിച്ചു തന്നാ? അതേ ചേട്ടാ, അടിപൊളിയാ. എന്നാ എനിക്ക് കൂടി കാണിച്ചു തരാൻ പറ, ഞാനും നോക്കട്ടെ, എന്നാലല്ലേ നല്ലതാണെന്നറിയാൻ പറ്റൂ. അയ്യടാ, എന്നിട്ട് വായി നോക്കി ഇരിക്കാനല്ലേ? എന്നാ എൻ്റെ ഡാർലിങ് ഇട്ട് കാണിച്ചാൽ മതി. ചീ പോ ചേട്ടാ. എന്നാ ഞാൻ വാങ്ങിത്തരില്ല. ഹോ, എന്നാ ആദ്യം വാങ്ങ്, എന്നിട്ട് പറയാം. അവളുടെ മുഖത്ത് ചെറു നാണം ഉണ്ടായി. ശരി ഡാർലിങ്. അങ്ങനെ ഞങ്ങൾ ഇന്നർവെയർ ഷോപ്പിൽ പോയി. അവിടെ പല ബ്രാൻഡിലുള്ള ഇന്നേഴ്സ് ഉണ്ടായിരുന്നു. അനിയത്തി ആദ്യം ചെന്ന് ബ്രൈഡ് സെക്ഷനിൽ നോക്കി. സെലക്ട് ചെയ്യാൻ എന്നെയും വിളിച്ചു. ആദ്യം അവൾ സ്ലീവ്ലെസ് ടൈപ്പ് എടുത്ത് എന്നെ കാണിച്ചു. ഡാർലിങ്, ഇതെങ്ങനെയുണ്ട്? കൊള്ളാം, ഇത് ചെറുതുപോലെ ഉണ്ടല്ലോ. അപ്പോൾ സെയിൽസ് ഗേൾ ചോദിച്ചു, സൈസ് എത്രയാ? ഞാൻ സൈസ് പറഞ്ഞു, പക്ഷേ അത് ടൈറ്റ് പോലെയുണ്ട്. അപ്പോൾ സെയിൽസ് ഗേൾ പറഞ്ഞു, എന്നാൽ നമുക്ക് അളവ് നോക്കാം. സെയിൽസ് ഗേൾ അവളുടെ അളവ് നോക്കി, എന്നിട്ട് കറക്റ്റ് സൈസ് പറഞ്ഞു. എന്നിട്ട് എന്നെ നോക്കി ചോദിച്ചു, ഇതാരാ, വുഡ് ബി ആണോ? അനിയത്തി അതെ എന്ന് പറഞ്ഞിട്ട് എന്നെ നോക്കി കണ്ണു നോക്കി. അപ്പോൾ ഞാൻ പറഞ്ഞു, അല്ല ചേച്ചി, എൻ്റെ പെങ്ങളാ. ആണോ? നിങ്ങൾ തമ്മിൽ നല്ല ചേർച്ചയുണ്ട്, അതാ ചോദിച്ചേ. അപ്പോൾ അനിയത്തിയുടെ മുഖത്ത് നല്ല സന്തോഷം കണ്ടു. എന്നിട്ട് അവർ അവളുടെ ഡ്രസ്സിന് പുറത്തുകൂടി ടേപ്പ് വെച്ച് നോക്കിയിട്ട് പറഞ്ഞു, ബി ആണിപ്പോൾ ഇട്ടേക്കുന്നത്, ഇതിനി സി വാങ്ങണം. എന്നാൽ സി ഉള്ള സെലക്ഷൻ എടുത്തോ, അത് നോക്കാം. ബ്ലാക്കിൽ വൈറ്റ് ലൈൻ വരുന്നൊന്നെടുത്തു, അത് സ്ലീവ്ലെസ്. അതിന് മാച്ചായ വേറെ ഷോർട്ട്സ് എടുത്തു. ചേട്ടാ, ചേട്ടനൊരെണ്ണം സെലക്ട് ചെയ്യ്. ഞാൻ മഞ്ഞ നെറ്റ് ടൈപ്പ് എടുത്തു. അതിൻ്റെ വള്ളി നൂലിൻ്റെ അത്രയ്ക്കേ ഉള്ളൂ. അതേ മെറ്റീരിയൽ തന്നെ ബോയ് ഷോർട്ട്, അത് അവിടുത്തെ ഡിസ്പ്ലേയിലുണ്ടായിരുന്ന ഒന്നാണ്. അത് അനിയത്തി ഇട്ട് കണ്ട അടിപൊളിയാകും. എനിക്കത് നല്ലോണം ഇഷ്ടപ്പെട്ടു. ഇത് മതി. അനിയത്തിയുടെ മുഖത്ത് ചെറു നാണവും പുഞ്ചിരിയും ഉണ്ടായി. ആ സെയിൽസ് ഗേളിൻ്റെ മുഖത്തും ഒരു ചിരിയുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, മോളെ, ഇതുപോലത്തെ ചേച്ചിക്കും അമ്മയ്ക്കും എടുക്കാം. ശരി ഏട്ടാ. സെയിൽസ് ഗേൾ സൈസ് ചോദിച്ചപ്പോൾ അവൾ തെറ്റിച്ച് പറഞ്ഞു. ഞാൻ ഇടയിൽ കയറി കറക്റ്റ് സൈസ് പറഞ്ഞു. അപ്പോൾ സെയിൽസ് ഗേൾ ചോദിച്ചു, മോൻ അവരുടെയൊക്കെ എങ്ങനെ അറിയാം? അത് ചേട്ടൻ തന്നെയാണ് ഞങ്ങൾക്കെല്ലാം ഡ്രസ്സ് വാങ്ങാറ്, പിന്നെ നോക്കി പറയും സൈസൊക്കെ. ആണോ? എന്നാ എൻ്റെ പറഞ്ഞ് നോക്കട്ടെ. ചേട്ടാ പറ ചേട്ടാ. ഞാൻ അവരുടെ അരയിലേക്ക് നോക്കിയപ്പോൾ അവരുടെ മുഖത്ത് ചെറു നാണം കണ്ടു. എന്നിട്ട് ബാക്ക് തിരിയാൻ പറഞ്ഞപ്പോൾ റാക്ക് ഒതുക്കുന്ന പോലെ പുറം തിരിഞ്ഞു നിന്നു. എന്നിട്ട് തിരിഞ്ഞു നിന്നിട്ട് ഇനി പറ എന്ന് പറഞ്ഞു. 38 സെയിൽസ് ഗേൾ ആശ്ചര്യപ്പെട്ടു. കൊള്ളാലോ, നീ കറക്റ്റ് അളവാ. അനിയത്തി എൻ്റെ കൈ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം എങ്ങനെയുണ്ട്? നിങ്ങളുടെ ഭാഗ്യം ഇങ്ങനൊരു ആങ്ങളയെ കിട്ടിയത്. പെട്ടെന്ന് അനിയത്തിയുടെ കൈ തട്ടി കുറച്ച് പാക്കറ്റ് താഴെ വീണു. കുഴപ്പമില്ലെന്ന് പറഞ്ഞ് സെയിൽസ് ഗേൾ അത് എടുത്തു വെക്കുന്നതിനിടയിൽ കുനിഞ്ഞപ്പോൾ ഞാൻ അവരെ നോക്കി നിന്നു. കൊള്ളാം, നല്ല കാഴ്ച. ഞാൻ കുറച്ചു നേരം അത് നോക്കി തന്നെ നിന്നു. പെട്ടെന്ന് അനിയത്തി എൻ്റെ കയ്യിൽ നുള്ളി. അയ്യേ, ഇങ്ങനെ നോക്കി ചോര കുടിക്കാതെ. ഞാൻ ആകെ ചമ്മിപ്പോയി. അമ്മയ്ക്കും ചേച്ചിക്കും കൂടി വാങ്ങി. അവൾ എൻ്റെ കൈയും പിടിച്ച് പുറത്തേക്ക് നടന്നു. ഞങ്ങൾ കാറിൽ കയറി തിരിച്ചു. ചേട്ടൻ ഏതാ ഇഷ്ടമായത്? അവസാനം എടുത്തത് എന്തേ? ഒന്നുമില്ല, വെറുതെ. ചേട്ടാ, എൻ്റെ കഴുത്തിൽ ഭയങ്കര വേദന. എന്തേ പെട്ടെന്ന്? കാലത്ത് എണീക്കുമ്പോഴേ ഉണ്ടായിരുന്നു. ഒന്ന് ഒഴിഞ്ഞാൽ മാറിക്കോളും. വീട്ടിലെത്തിയിട്ട് ഒഴിഞ്ഞു തരാം കേട്ടോ.
ശരി ചേട്ടാ. അല്ല, ഇതൊക്കെ എന്നെ ഇട്ട് കാണിക്കാമെന്ന് പറഞ്ഞിട്ട് ഒന്ന് പോ ചേട്ടാ. അപ്പോൾ പറ്റിച്ചതല്ലേ? ഇതൊക്കെ എല്ലാം പുറത്ത് കാണുന്ന ടൈപ്പാ. എനിക്ക് നാണവാ. ഓ നാണം. മുമ്പും നിന്നെ അങ്ങനെ കണ്ടിട്ടുള്ളതല്ലേ, പിന്നെന്താ? അത് മുമ്പല്ലേ, ഇപ്പോൾ ഞാൻ വലുതായില്ലേ, അതിനെന്താ? ഇപ്പോഴും നീ എൻ്റെ ഡാർലിംഗ് അനിയത്തിയല്ലേ. ആദ്യം വീടെത്തട്ടെ ഡാർലിംഗ്. പിന്നെ ഞാൻ ചേച്ചിയോടും അമ്മയോടും പറഞ്ഞു കൊടുക്കും. എന്ത്? കടയിൽ ആ സെയിൽസ് ഗേളിനെ വായി നോക്കി നിൽക്കായിരുന്നു എന്ന്. ഞാനൊന്നും വായി നോക്കി നിന്നില്ല. വായിലേക്കല്ല, ചേട്ടൻ വേറെ പലയിടത്തുമായിരുന്നു അല്ലേ? പോടി അവിടുന്ന്. നീ വിഷയമൊന്നും മാറ്റണ്ട. ഇതെല്ലാം ഇട്ട് കാണിക്കാതെ ഞാൻ വിടില്ല. ഒന്ന് പോ ചേട്ടാ, അവിടെ എല്ലാവരും ഉണ്ട്. എന്നാ ഇല്ലാത്തപ്പോൾ മതി. അപ്പോൾ അവളുടെ മുഖത്തൊരു പുഞ്ചിരി ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വീടെത്തി. അപ്പോൾ അമ്മയും ചേച്ചിയും ഡ്രസ്സ് മാറി സൂപ്പർ മാർക്കറ്റിൽ പോകാൻ നിൽക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾ എവിടേക്കാ ചേച്ചി? നേരത്തെ പറഞ്ഞില്ലേ സൂപ്പർ മാർക്കറ്റിൽ പോകാനുണ്ടെന്ന്. എന്താ ഒരു ഒന്നുമില്ലമ്മേ. ഞാൻ അനിയത്തിയുടെ മുഖത്ത് നോക്കി കണ്ണിറുക്കി കാണിച്ചു. അവർ കാറെടുത്ത് പോയി. ഞാൻ റൂമിലേക്ക് ഡ്രസ്സ് മാറാൻ പോയി. കുറച്ച് കഴിഞ്ഞ് ഹാളിലേക്ക് വന്നു. അപ്പോൾ അവൾ അവിടെ ഉണ്ടായിരുന്നു. ചേട്ടാ വാ, ഒന്ന് ഒഴിഞ്ഞതാ. റൂമിൽ പോവാം മോളെ. ശരി ചേട്ടാ, ആ ഓയിൽ കൂടി എടുത്തോ. അവൾ ഒരു കൈയില്ലാത്ത ബനിയനാണ് ഇട്ടേക്കുന്നത്. അവൾ കസേരയിലിരുന്ന് എന്നോട് തുടങ്ങിക്കോളാൻ പറഞ്ഞു. ഞാൻ ഓയിൽ കുറച്ച് കയ്യിലെടുത്തു. അവളുടെ ഷോൾഡറിൽ പതുക്കെ ഒഴിയാൻ തുടങ്ങി. ഞാൻ തൊട്ടതും അവളൊന്ന് വിറച്ചു. എന്താ ഡാർലിംഗ്, ഇക്കിളിയാവുന്നുണ്ടോ? പോടാ ചേട്ടാ, ഇക്കിളിയാകുന്നില്ല. പോടാന്നോ എന്ന് പറഞ്ഞ് അവളുടെ ചെവിയിൽ പതിയെ നുള്ളി. എന്നിട്ട് ഞാൻ ഒഴിയാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞ് അവൾ എന്നെ തിരിഞ്ഞു നോക്കി. ഞാൻ അങ്ങോട്ടൊക്കെ നോക്കുന്നത് അവൾ അറിഞ്ഞിട്ടും അറിയാത്ത പോലിരുന്നു. മോളെ, ഈ ബനിയൻ്റെ വള്ളികൾ ഷോൾഡറിന് താഴെയാക്കി വെക്ക്, അല്ലെങ്കിൽ ഓയിലാവും. അവളൊന്നും പറയാതെ അത് താഴ്ത്തി വെച്ചു. മോളെ. എന്താ ഏട്ടാ? അല്ല, എനിക്കിട്ട് കാണിച്ചു തന്നില്ല. ഞാൻ എന്തിനാ കാണിച്ചു തരുന്നത്? ചേട്ടൻ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. ചേട്ടൻ ഇഷ്ടപ്പെട്ടതായിട്ടേക്കുന്നത്. ഒഴിച്ചിൽ കഴിഞ്ഞ് അവളെടുത്ത് ഓരോന്നൊക്കെ ഇട്ട് എനിക്ക് കാണിച്ചു തന്നു. എൻ്റെ ആഗ്രഹം സാധിച്ചു. കഴിഞ്ഞു കേട്ടാ? ഇല്ലല്ലോ, ഒന്നുകൂടിയുണ്ട്. ചേട്ടാ വേണ്ട, അതിടുന്നതും ഇടാത്തതും കണക്കാ. വേണം. പിന്നെന്തിനാ വാങ്ങിയത്? ഇപ്പോൾ വേണ്ട ചേട്ടാ, എനിക്ക് പറ്റില്ല. എന്നാ മാറേണ്ട, ഇതിട്ടാൽ മതി. പോ ഡാർലിംഗ്, അവർ ചിലപ്പോൾ പെട്ടെന്ന് വരും. വന്നാൽ അവരോടും പറയാം ഇങ്ങനെ നിൽക്കാൻ. ഞങ്ങൾ രണ്ടാളും ചിരിച്ചു. അനിയത്തി ബെഡിലിരുന്ന് ഞാൻ കമ്പ്യൂട്ടറിൽ ചെയ്യുന്നത് നോക്കി. ഞങ്ങൾ 3 പേരും ഇങ്ങനെ വന്നാൽ ആരാ കൂടുതൽ സുന്ദരി? അത് ചോദിക്കാനുണ്ടോ? നീ തന്നെ മിസ് യൂണിവേഴ്സ്. അതവൾക്ക് ശരിക്കും ഇഷ്ടമായി. എന്താ ഡാർലിംഗ്, കമ്പ്യൂട്ടർ ശരിയായില്ലേ? കുറച്ചൊക്കെ. നീ ഇവിടെ വന്നിരുന്നേ. ഒരു കസേരയല്ലേ ഉള്ളൂ ഡാർലിംഗ്, പിന്നെ എവിടെ ഇരിക്കാനാ? എൻ്റെ മടിയിലിരിക്ക് പെണ്ണേ. അവളൊന്ന് നിന്നതിന് ശേഷം എൻ്റെ ഒരു തുടയിൽ കാല് 2 സൈഡിലേക്ക് ഇട്ടുവരുന്നു. ഞാൻ പതിയെ ഇടത് കൈകൊണ്ട് അവളുടെ വയറിൽ കൂടി പിടിച്ചു. പൊക്കലിന് മുകളിലായി കൈപ്പത്തി വെച്ചു. അവളൊന്ന് വിറച്ച് അനങ്ങാതെ ഇരുന്നു. ഞാൻ അവളെ ഒന്ന് വലിച്ചു കയറ്റിയിരുത്തി. ഇപ്പോൾ അവളുടെ പുറം എൻ്റെ നെഞ്ചിലേക്ക് അമർന്നാണ് ഇരിക്കുന്നത്. ഞാൻ അവളുടെ വയറിൽ ഇക്കിളിയിട്ടു. ഡാർലിംഗ്, അനങ്ങാതിരിക്ക്, ഇക്കിളിയാകുന്നു. ആണോ? ഞാൻ വീണ്ടും ഇക്കിളിയാക്കി. അപ്പോൾ അവളൊരു നെടുവീർപ്പിട്ടു. അപ്പോഴാണ് കമ്പ്യൂട്ടറിൽ ഒരു ഹിഡൻ ഫോൾഡർ കണ്ടത്. എന്താ മോളു ഇതിൽ? അയ്യോ, അത് തുറക്കല്ലേ. അപ്പോഴേക്കും ഞാനത് തുറന്നു. അതിൽ ചേച്ചിയുടെയും അനിയത്തിയുടെയും ഫോട്ടോസായിരുന്നു. 2 പേരും 2 പീസിൽ നിൽക്കുന്നത്, പല പല ഗ്ലാമർ ഡ്രസ്സിട്ട് നിൽക്കുന്നത്, പിന്നെ 2 പേരും കിസ് ചെയ്യുന്നത്. പിന്നെ അതിൽ ചില പ്രത്യേക കളക്ഷനുള്ള ഫോൾഡർ കണ്ടു. അത് തുറന്നതും ചേട്ടാ വേണ്ട, അത് തുറക്കല്ലേ എന്ന് പറഞ്ഞ് അവൾ എഴുന്നേറ്റ് പോകാൻ ഒരുങ്ങി. ഞാൻ അവളെ പിടിച്ച് മടിയിലിരുത്തി. കുറച്ച് കഴിഞ്ഞ് അവൾ എതിർപ്പ് കുറച്ചു. ഇതൊക്കെ കാണാറുണ്ടല്ലേ കള്ളി. എന്നിട്ട് അവളുടെ ഉൾത്തുടയിൽ ഒന്ന് പതുക്കെ പിച്ചി. വേദനിക്കുന്നു. നിങ്ങൾ ഒരുമിച്ചാ കാണാറ്?
നമുക്ക് കണ്ടാലോ? എന്നിട്ട് അവളുടെ തുടയിൽ ഞാൻ പിച്ചിയ ഭാഗത്ത് കുഴിഞ്ഞുകൊണ്ടിരുന്നു. ഞാൻ അതിലൊന്ന് പ്ലേ ചെയ്തു. അത് 2 പെണ്ണുങ്ങൾ കൂടി അവരുടെ അനിയനെ കളിക്കുന്നതായിരുന്നു. വീഡിയോ ഓണായി. അനിയത്തി അതിൽ ശ്രദ്ധിച്ചിരുന്നു. ഞാൻ പതുക്കെ അവളുടെ വയറിൽ തലോടി തുടങ്ങി. അമ്മയെപ്പോലെ നല്ല മിനുസമുള്ള ശരീരമാണ് അവൾക്ക്. കുറച്ചു കഴിഞ്ഞ് അവളുടെ ശ്വാസഗതി ഉയർന്നു വരാൻ തുടങ്ങി. ഞങ്ങളത് കണ്ടുകൊണ്ട് എൻജോയ് ചെയ്തു തുടങ്ങി. പെട്ടെന്ന് കമ്പ്യൂട്ടർ സ്റ്റക്കായി. ഇതാ പ്രശ്നം, അവൾ പറഞ്ഞു. നല്ല സീനായിരുന്നു. ആണോ? എങ്കിൽ നന്നായി. പക്ഷേ ഞങ്ങൾ എൻജോയ്മെൻറ്റ് തുടർന്നു. അതിനിടയിൽ ഞാൻ പറഞ്ഞു, മോൾക്ക് ഇതുപോലെ ആരാ ചെയ്തു തന്നത്? ചേച്ചി. അപ്പോൾ 2 ആളും രാത്രി ഇതല്ലേ പരിപാടി? അമ്മയ്ക്കും ആൻറ്റിക്കും ചെയ്യാമെങ്കിൽ ഞങ്ങൾക്കും ചെയ്യാം. ചേട്ടനും കണ്ടതല്ലേ? അമ്പടി, എന്നാൽ നിങ്ങളെ അതുപോലെ കാണണം. ചേച്ചി പറയാറുണ്ടിത്. ആണോ? എന്നാൽ ചേച്ചിയോട് പറ എനിക്ക് സമ്മതമാണെന്ന്. അത് മനസ്സിലായി ഡാർലിംഗ്. ഞാൻ എഴുന്നേറ്റ് അവളെ പൊക്കിയെടുത്ത് കട്ടിലിലിട്ടു. എന്നിട്ട് കുറച്ചു നേരം അവളെ നോക്കി. എന്ത് രസാ മോളുടെ സ്ട്രക്ചർ. ഡാർലിംഗ്, ഒരു കാര്യം ചോദിച്ചാൽ സത്യം പറയുമോ? ചോദിക്കും മോളെ. ചേട്ടന് നമ്മുടെ വീട്ടിൽ ആരുടെ സാധനമാണ് കൂടുതൽ ഇഷ്ടം? അത് നിൻ്റെ തന്നെ. ഇത് നല്ല ക്യൂട്ടാണ്. അതെനിക്ക് സുഖിച്ചു. എന്നിട്ടാണോ അമ്മ കുനിയുമ്പോഴൊക്കെ അമ്മേനെ നോക്കിയിരിക്കുന്നത്? അല്ല, അതും കാണാൻ രസമൊക്കെ ഉണ്ട്. എനിക്ക് അമ്മയുടെ ഇഷ്ടമാണ്. എന്ത് ഭംഗിയാ, അവൾ പറഞ്ഞു. നിനക്ക് അമ്മയുമായിട്ട് കൂടാൻ തോന്നുന്നുണ്ടോ? ശരിക്കും തോന്നുന്നുണ്ട്. എന്നാൽ ഞാൻ നോക്കട്ടെ പറ്റുമോ എന്ന്. അതെങ്ങനെ ഡാർലിംഗ്? അതൊന്നും ഇപ്പോൾ പറയില്ല, ഞാൻ വിളിക്കുമ്പോൾ വന്നാൽ മതി. ശരി ഡാർലിംഗ്. അല്ല, ഇനി അന്ന് ചേച്ചിയെ ചെയ്ത പോലെ അമ്മയുമായും ഡാർലിംഗ് കൂടിയോ? ആദ്യമായാണ് അവളിൽ നിന്നും ഇങ്ങനത്തെ വാക്കുകൾ കേൾക്കുന്നത്. പോടി അവിടുന്ന്, ചേച്ചി പറഞ്ഞല്ലേ. അത് നിങ്ങളുടെ സൗണ്ട് കേട്ടപ്പോൾ മനസ്സിലായി. റൂമിൽ ചെന്ന് ചേച്ചിയോട് ചോദിച്ചപ്പോൾ സമ്മതിച്ചു. പിന്നെ ചേച്ചിക്കും അമ്മയുടെ കൂടെ വേണമെന്നുണ്ട്. നമുക്ക് ശരിയാക്കാം, പോരെ? പെട്ടെന്ന് കോളിംഗ് ബെല്ലടിച്ചു. ഞങ്ങൾ വേഗം എഴുന്നേറ്റു. ഞാൻ ചെന്ന് വാതിൽ തുറന്നപ്പോൾ അമ്മയും ചേച്ചിയുമാണ്. ഞങ്ങൾ സാധനങ്ങളെല്ലാം അകത്തേക്ക് വെച്ചു. അല്ല, ജിനി എവിടെ? അവൾ റൂമിലുണ്ട്. ഉറങ്ങാണോ? ഞങ്ങൾ സിനിമ കാണായിരുന്നു. അപ്പോഴേക്കും അനിയത്തി വന്നു. അവൾ അല്പം വേച്ചാണ് നടന്നത്. നിങ്ങൾ വന്നോ? ചെറിയ ക്ഷീണം, ഞാനന്ന് കിടക്കായിരുന്നു. ചേച്ചി എന്നെ നോക്കി ചോദിച്ചു. സിനിമ കണ്ട് ക്ഷീണിച്ചാവുമല്ലേ? ഏത് സിനിമയാ? ഇംഗ്ലീഷ് ഹൊറർ. എന്തേ? അനിയത്തി പറഞ്ഞു. ചേച്ചി ഒന്ന് ആക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എങ്ങനെയുണ്ട് സിനിമ? കൊള്ളാം, അടിപൊളി. നിനക്കോടാ? സൂപ്പറായിരുന്നു ചേച്ചി. ചേച്ചി അനിയത്തിയുടെ ചെവിയിൽ പറഞ്ഞു. ശരിക്കും നടക്ക്, അല്ലെങ്കിൽ അമ്മയ്ക്ക് മനസ്സിലാവും. ചേച്ചി വാപുത്തി ചിരിച്ചു. അനിയത്തി ചമ്മിയ മുഖത്തോടെ അമ്മയുടെ അടുത്ത് അടുക്കളയിലേക്ക് പോയി. ചേച്ചി എൻ്റെ ചെവിയിൽ പറഞ്ഞു. ഇവിടെ അവളുമായി പ്രോഗ്രാമായിരുന്നു അല്ലേ കള്ള? ഞാൻ ആശ്ചര്യപ്പെട്ട് ചേച്ചിയെ നോക്കി. പോ ചേച്ചി. അവൻ്റെ ഒരു നാണം. ഇനി അമ്മയെ കൂടി ആയാൽ പൂർത്തിയായല്ലേ? ചേച്ചി. എന്തേ? ആഗ്രഹമുണ്ടല്ലേ? അമ്മയെ കണ്ട ആർക്കാ തോന്നാത്തത്? ഞാനൊന്നും അറിയാത്ത പാവത്തെ പോലെ ചോദിച്ചു. അപ്പോൾ ചേച്ചിക്ക് തോന്നിയിട്ടുണ്ടോ? അമ്പട കള്ള, എനിക്കെപ്പോഴേ തോന്നി. സംസാരിച്ച് നിന്നപ്പോഴാണ് റിനിമോളെ എന്നുള്ള അമ്മയുടെ വിളി കേൾക്കുന്നത്. ഞാൻ വേഗം ചേച്ചിയുടെ പിന്നാലെ അടുക്കളയിലേക്ക് പോയി. അവിടെ അമ്മയും അനിയത്തിയും ഉണ്ടായിരുന്നു. അല്ല, നിങ്ങൾ പോയിട്ട് എന്തൊക്കെ വാങ്ങി? കുറേ വാങ്ങിയമ്മേ. അമ്മയ്ക്കും ചേച്ചിക്കും കൂടി വാങ്ങിയിട്ടുണ്ട്. വേഗം എടുത്തേടി, കാണട്ടെ. അനിയത്തി വേഗം പോയി അത് കൊണ്ടുവന്നു. എന്നിട്ട് അമ്മയുടെയും ചേച്ചിയുടെയും കവര് അവരവർക്ക് കൊടുത്തു. 2 പേരും അത് തുറന്നു നോക്കി. അമ്മ പറഞ്ഞു, എന്താടി ഇത്? ഇതിടുന്നതും ഇടാത്തതും കണക്കാണല്ലോ. അപ്പോൾ ചേച്ചി പറഞ്ഞു, ശരിയാ, പക്ഷെ നന്നായിട്ടുണ്ട്. തുണിയൊക്കെ നല്ലതാ.
പിന്നെ അമ്മേ, ഇത് ഉള്ളിലിടാനുള്ളതല്ലേ, അതുകൊണ്ട് കുഴപ്പമില്ല. നിങ്ങൾ 3 പേരും ഇതിൽ അടിപൊളിയായിരിക്കും. പോടാ കള്ള. മോനെ, ഇന്ന് വൈകിട്ട് 2 ബോട്ടിൽ വാങ്ങിക്കോ, കുറേ നാളായില്ലേ. ഓക്കെ അമ്മേ, ഏതാ വാങ്ങണ്ടേ? ഡാർലിംഗ്, നമുക്ക് വോഡ്ക മതി. സ്മിർനോഫ് ആയിക്കോട്ടെ. അമ്പടി, നീ അതൊക്കെ കുടിക്കാറായോ? ഇന്നു മുതൽ. ഞങ്ങളെല്ലാവരും ചിരിച്ചു. എന്നാൽ അത് തന്നെ വാങ്ങിക്കോ മോനെ. ചേച്ചി പറഞ്ഞു, വാടി, നമുക്ക് നീ വാങ്ങിയതെല്ലാം ഒന്ന് നോക്കാം എന്ന് പറഞ്ഞ് 2 ആളും റൂമിലേക്ക് പോയി. അമ്മ സാധനങ്ങൾ ഒതുക്കി വെക്കുന്ന തിരക്കിലായിരുന്നു. ഞാൻ ചെന്ന് അമ്മയുടെ പുറകിൽ കൂടി കെട്ടിപ്പിടിച്ചു. എന്താടാ, മൂടാകുന്നുണ്ടോ അമ്മേ? ഉണ്ടെങ്കിൽ എന്നാ ഒന്ന് വാ. ഇവിടെ വേണ്ട, അവരെങ്ങാനും പെട്ടെന്ന് വരും. അതൊന്നും കേൾക്കാതെ ഞാൻ ചെറിയൊരു പണി നടത്തി. കുറച്ചു നേരം ഞങ്ങൾ ചില്ലറ കാര്യങ്ങളിലേക്ക് നടന്നു. അപ്പോൾ ചേച്ചിയും അനിയത്തിയും അവിടേക്ക് വന്നു. ഞാനും അമ്മയും അപ്പോൾ കൈ പിടിച്ച് സ്ലാബിൽ ചാരി നിൽക്കുകയായിരുന്നു. അമ്മയുടെ ഒരു കൊഞ്ചിപ്പിള്ള. അത് നമ്മുടെ ഡാർലിംഗ് അല്ലേ? അമ്മ പറഞ്ഞു, എനിക്കാണായിട്ട് ഇവൻ മാത്രമല്ലേ ഉള്ളൂ, അതുകൊണ്ട് കൂടുതൽ കൊഞ്ചിക്കാം. നിങ്ങളും ഇതുപോലെ തന്നെയാ എന്ന് പറഞ്ഞ് എന്നെ വയറിൽ കൂടി കെട്ടിപ്പിടിച്ചു. ഒരു ഇള്ളക്കുട്ടി, എന്നാൽ മടിയിൽ കിടത്തി കുറച്ച് പാല് കൊടുക്ക്. പാലുണ്ടായിരുന്നെങ്കിൽ ഞാൻ കൊടുക്കും. എന്നാൽ എനിക്കും വേണം അമ്മേ, ചേച്ചി പറഞ്ഞു. അമ്മേ, എന്നാൽ എനിക്കും വേണം, അനിയത്തിയും പറഞ്ഞു. ഒന്ന് അനങ്ങാതിരിക്കും പെണ്ണേ. തമാശ പറഞ്ഞപ്പോൾ അത് കാര്യമാക്കിയോ? അമ്മ ഒന്നെങ്കിൽ വന്നേ, ഒരു കൂട്ടം കാണിച്ചു തരാം. ചേച്ചി അമ്മയും കൊണ്ട് അവരുടെ റൂമിൽ പോയി എടുത്ത ഡ്രസ്സെല്ലാം കാണിച്ചു കൊടുത്തു. അമ്മ 3 പേർക്കും ഒരുപോലെ എടുത്തത് കയ്യിലെടുത്തു. ആഹാ, ഈ ടൈപ്പ് എല്ലാവർക്കും ഉണ്ടല്ലേ. ഇതെന്താ ജിനി കൊണ്ടുവന്നപ്പോഴേക്കും ഇട്ട് നോക്കിയോ? ചേച്ചി എന്നെ നോക്കി തലയാട്ടി. കുളിച്ചിട്ടൊക്കെ വേണ്ടേ മോളെ ഇടാൻ? അത് മറന്നു ചേച്ചി, വെറുതെ ഇട്ട് നോക്കിയതാ. അതിങ്ങി തന്നേക്ക്, കഴുകാനിടാം. അപ്പോൾ ചേച്ചി എൻ്റെ ചെവിയിൽ പറഞ്ഞു, ഇതിട്ടായിരുന്നു പരിപാടിയല്ലേ? ഞാനൊന്ന് ചമ്മി. അനിയത്തി പറഞ്ഞു, ചേട്ടാ, ബോട്ടിൽ വാങ്ങാൻ പുറത്തു പോകുമ്പോൾ എന്നെയും കൂടി കൊണ്ടുപോവോ? മദ്യം വാങ്ങാൻ നീയോ? ചേച്ചി ചോദിച്ചു. കൺസ്യൂമർ ഫെഡിൽ പോയാൽ മതി, അതാവുമ്പോൾ കുഴപ്പമില്ല. വേണ്ട, അത് മോന് ഒറ്റയ്ക്ക് പോയി വന്നോളും. പ്ലീസ് അമ്മേ, ഒരു വട്ടം. കിണുങ്ങണ്ട, ഇപ്പോൾ പൊക്കോ, തിരക്കുണ്ടാവില്ല, വേഗം വരണം എൻ്റെ ചക്കരയമ്മ എന്ന് പറഞ്ഞ് അമ്മയെ കെട്ടിപ്പിടിച്ച് കവളിലൊരു ഉമ്മ കൊടുത്തു. ഞങ്ങൾ സാധനം വാങ്ങി തിരിച്ച് വീട്ടിലേക്ക് കയറി കുപ്പികളെടുത്ത് വെച്ചു. അമ്മയും ചേച്ചിയും അടുക്കളയിലായിരുന്നു. അവിടെ ചെന്നപ്പോൾ വൈകിട്ടത്തേക്ക് ഫുഡ് ഉണ്ടാക്കുവാണ് അവർ. ബീഫ് BDF ഉണ്ടാക്കുന്നു. ടച്ചിങ്സിന് ബെസ്റ്റാണത്. വന്നാ? എത്തി. അന്ന് വൈകിട്ട് എല്ലാവരും ഹാളിലിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, അമ്മേ, കുപ്പി പൊട്ടിക്കട്ടെ? ആടാ, നീ എല്ലാം എടുത്തു വെക്ക്, ഞാൻ കുളിച്ചിട്ട് വരാം. എന്നാൽ ഞങ്ങളും കുളിച്ചിട്ട് വരാം. അങ്ങനെ അവർ 3 പേരും കുളിക്കാൻ പോയ നേരം ഞാൻ എല്ലാ സാധനങ്ങളും എടുത്തു വെച്ചു. കുറച്ച് നേരം കഴിഞ്ഞ് എല്ലാവരും വന്നു. അവരെല്ലാം നൈറ്റ് ഡ്രസ്സാണ് ഇട്ടേക്കുന്നത്. തുട പകുതിയിലധികം പുറത്താണ്. മോനെ, ഓരോന്നൊഴിക്ക്. എല്ലാവർക്കും ഓരോന്നൊഴിച്ചു കഴിച്ചു. എല്ലാവരും കഴിച്ചു. കുറച്ച് നേരം TV കണ്ടു. അതിനിടയിൽ ഒരു റൗണ്ടും കൂടി കഴിഞ്ഞു. 3 പേർക്കും ചെറുതായി തലയ്ക്ക് പിടിച്ച പോലെ എനിക്ക് തോന്നി. അപ്പോൾ അനിയത്തി പറഞ്ഞു, നമുക്ക് ബോഡി ഷോട്ട്സ് കളിച്ചാലോ? അതെന്തുവാടി? അമ്മ ചോദിച്ചു. അമ്മേ, അത് പാർട്ടികളിൽ മദ്യം കുടിക്കുന്ന കളിയാ, ചേച്ചി പറഞ്ഞു. എന്ന് വെച്ചാൽ ഒരാൾ മലർന്ന് നിലത്ത് കിടന്ന് അയാളുടെ വയറിൽ കുറച്ച് ഉപ്പും പിന്നെ ചുണ്ടിൽ നാരങ്ങയുടെ അല്ലിയും വെക്കും. പിന്നെ വയറിൽ ഗ്ലാസ്സിൽ മദ്യവും ഉണ്ടാവും. അത് മറ്റേ ആൾ കുടിക്കണം. അതിന് മുന്നേ ഉപ്പും നാരങ്ങയും ടേസ്റ്റ് ചെയ്യണം. പിന്നെ അത് കഴിഞ്ഞ് 2 വട്ടം തിരിഞ്ഞ് കസേരയിൽ ഇരിക്കണം. കൂടുതൽ കഴിക്കുന്ന ആൾ ജയിക്കും. കൊള്ളാമല്ലോ. അല്ല, ഈ ഉപ്പും ഗ്ലാസും വയറിന് മുകളിലാണോ വെക്കുന്നത്? അതെ, നല്ല രസമായിരിക്കും അമ്മേ. എന്നാൽ ഓക്കെ, എനിക്കും കുഴപ്പമില്ല. എന്നാൽ തുടങ്ങാം. ഞങ്ങൾ സോഫയുടെ നടുവിലുള്ള ടീപ്പോയി മാറ്റി. എല്ലാവരും ചുറ്റും ഇരുന്നു. ചേച്ചി പറഞ്ഞു, ആദ്യം അമ്മ തന്നെ കിടന്നോ? ഞാനോ? അത് വേണ്ട, റിനി കിടന്നോ, ആദ്യം ഞാൻ കാണട്ടെ.
എന്നാ ശരി. ചേച്ചി വന്ന് കിടന്നു. ഞാൻ വന്ന് ചേച്ചിയുടെ പൊക്കിളിന് മുകളിൽ ഒരു ചെറിയ ഗ്ലാസ്സിൽ സ്മിർനോഫ് ഒരു പെഗ്ഗൊഴിച്ച് വെച്ചു. അതിന് മുകളിലായി കുറച്ച് ഉപ്പിട്ട് എന്നിട്ട് നാരങ്ങയുടെ ചെറിയ കഷ്ണം വായിൽ വെച്ച് കൊടുത്തു. ഡാർലിംഗ് തുടങ്ങിക്കോ എന്ന് അനിയത്തിയോട് പറഞ്ഞു. അവൾ വന്ന് ആദ്യം ഗ്ലാസ്സിലെ മദ്യം വായ വെച്ച് തന്നെ കുടിച്ചു. അവൾക്ക് ഡ്രൈ ആയതുകൊണ്ട് കുടിക്കാൻ ബുദ്ധിമുട്ട് തോന്നി. പെട്ടെന്ന് തന്നെ അവൾ ഉപ്പ് നാവുകൊണ്ട് നക്കിയപ്പോൾ ചേച്ചിയിൽ നിന്നും ആ എന്ന ശബ്ദം വന്നു. എന്നിട്ട് ചേച്ചിയുടെ ചുണ്ടിൽ നിന്ന് നാരങ്ങ എടുത്തു. അപ്പോൾ അനിയത്തിയുടെ ചുണ്ട് ചേച്ചിയുടെ ചുണ്ടിൽ മുട്ടുന്നത് ഞാനും അമ്മയും കണ്ടു. അത് കഴിഞ്ഞ് എന്നോട് വരാൻ പറഞ്ഞു. ഞാൻ ഗ്ലാസ്സിലെ പെഗ്ഗ് കഴിച്ച് ഉപ്പ് നാവ് നീട്ടി നല്ല പോലെ നക്കി. അപ്പോൾ ചേച്ചിയിലൊരു വിറയൽ അനുഭവപ്പെട്ടത് ഞങ്ങൾ കണ്ടു. എന്നിട്ട് നാരങ്ങ അല്ലി ചുണ്ടിൽ നിന്നും എടുത്തു. ചുണ്ടുകൾ പരസ്പരം മുട്ടിക്കാൻ ഞങ്ങൾ മറന്നില്ല. പിന്നീട് അമ്മ വന്നു. അമ്മ വേഗം തന്നെ എല്ലാം ചെയ്തു പോയി. പിന്നീട് ജിനിയോട് കിടക്കാൻ പറഞ്ഞു. അവൾ വന്ന് കിടന്ന് സ്വയം ഡ്രസ്സ് കയറ്റി വെച്ചു. എന്നിട്ട് എന്നോട് വരാൻ പറഞ്ഞു. ഞാൻ അടുത്തിരുന്നപ്പോൾ എങ്ങനെയുണ്ട് എന്നവൾ പിരികം പൊക്കിക്കൊണ്ട് മേലേക്ക് കാട്ടി ചോദിച്ചു. ഞാൻ ചിരിച്ചു. എന്നിട്ട് ഗ്ലാസ്സിലെ മദ്യം കുടിച്ച് ഉപ്പ് നക്കി. അത് ഞാൻ കുറച്ചു നേരം ചെയ്തു. അപ്പോൾ അമ്മ മതി മതി എന്ന് പറഞ്ഞ് എൻ്റെ തല പൊന്തിച്ചു. അനിയത്തി അപ്പോൾ കണ്ണടച്ച് സുഖിച്ച് കിടക്കുമായിരുന്നു. ഞാൻ വേഗം തന്നെ അവളുടെ ചുണ്ടിൽ നിന്ന് നാരങ്ങ എടുത്തു. അപ്പോൾ അമ്പടാ എന്ന് പറഞ്ഞ് എൻ്റെ മണ്ടയിൽ കിഴുക്കി. ചേച്ചിയും അമ്മയും വന്ന് വേഗം തന്നെ എല്ലാം ചെയ്തു. ഈ ഒരു ഗെയിം ഞങ്ങൾ കുറേ നേരം കളിച്ചു. എനിക്കാണ് കൂടുതൽ നേട്ടം എന്ന് പ്രത്യേകിച്ച് പറയണ്ടല്ലോ. അപ്പോഴേക്കും മദ്യം തീർന്നിരുന്നു. അയ്യോ, കുപ്പി കാലിയായി. ആണോ? കളി നന്നായി വരുമായിരുന്നു. ഞങ്ങളെല്ലാം സോഫയിൽ കയറിയിരുന്നു. അനിയത്തി അത്യാവശ്യം ഫിറ്റായിട്ടുണ്ട്. അവൾ അമ്മയുടെ മടിയിൽ കയറിയിരുന്നു. അവൾ ചോദിച്ചു, അമ്മേ കളി എങ്ങനുണ്ട്? അടിപൊളി മോളെ, നീ ഇതൊക്കെ എവിടുന്ന് പഠിച്ചു? ആ, അതൊക്കെ ഓരോ മൂവി കാണുമ്പോൾ കിട്ടുന്നതാ. ഈ കളി ആയതുകൊണ്ടാവും നിനക്ക് എന്തെങ്കിലും ഇടാൻ തോന്നിയതല്ലേ? അല്ല ആട്ടാ, പുതിയത് വാങ്ങിയപ്പോൾ ഇട്ടതാ. അമ്മയും പുതിയതല്ലേ ഇട്ടേക്കുന്നേ? എല്ലാവരും പുതിയത് തന്നെ ഇട്ടേക്കുന്നേ. മതി മതി, എല്ലാവരും ഉറങ്ങാൻ നോക്കിക്കോ, നേരെ ഒരുപാടായി. അനിയത്തി എഴുന്നേക്കാൻ നോക്കിയപ്പോൾ പറ്റുന്നില്ല. അമ്മ പറഞ്ഞു, വാ മോളൂ, ഞാൻ റൂമിലാക്കാം. വേണ്ട വേണ്ട, എന്നെ ഡാർലിംഗ് എന്നെ എടുത്തുകൊണ്ട് പോകും. ഞാൻ ചെന്ന് അവളെ വാരിയെടുത്ത് റൂമിലേക്ക് നടന്നു. അവൾക്കത് നല്ലോണം ഇഷ്ടപ്പെട്ടു. അനിയത്തി എൻ്റെ തോളിൽ കൂടി കൈയിട്ട് കവിളിൽ കുറേ ഉമ്മ തന്നു. അവളുടെ നെഞ്ച് എൻ്റെ നെഞ്ചിലേക്ക് അമർന്നാണ് ഇരിക്കുന്നത്. ഇത് കണ്ട് ചേച്ചി, മതി മതി, ഏതാണ്ട് ഹണിമൂണിന് പോകുന്ന കപ്പിൾസ് ആണെന്നാണ് വിചാരം. അപ്പോൾ അനിയത്തി പറഞ്ഞു, പോടി കുശുമ്പി, എന്നാൽ നിങ്ങളെല്ലാവരും പൊക്കോ, ഞാനും എൻ്റെ ഡാർലിങ്ങും ഹണിമൂൺ ആഘോഷിക്കട്ടെ. അപ്പോൾ അമ്മ പറഞ്ഞു, മതി മതി, ഇനി ഇതും പറഞ്ഞ് തല്ലുകൂടണ്ട. ഞാൻ അവളെ കട്ടിലിൽ കിടത്തി കവളിൽ ഉമ്മ കൊടുക്കാനായി കുനിഞ്ഞതും അവൾ എൻ്റെ തല പിടിച്ച് അവളുടെ ചുണ്ടിൽ ചേർത്ത് ഉമ്മ തന്നു. എന്നിട്ട് റൂമിൽ നിന്നിറങ്ങുമ്പോൾ അമ്മ എൻ്റെ വയറിൽ പിടിച്ചിട്ട് ചെവിയിൽ പറഞ്ഞു, വേഗം റൂമിലേക്ക് വാടാ, എനിക്ക് മൂടായിട്ട് വയ്യ. അമ്മ എന്നിട്ട് തന്നെ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോയി. ഈ പറഞ്ഞത് റൂമിൻ്റെ പുറത്തുള്ള ചേച്ചി കേട്ടു. അമ്പടാ, അപ്പോൾ നീ ഇന്ന് അമ്മയുടെ കൂടാണല്ലേ? പോ ചേച്ചി, കളിയാക്കാതെ. ഓ, അവൻ്റെ ഒരു നാണം. എന്നാ മോൻ വേഗം പൊക്കോ, അല്ലെങ്കിൽ അമ്മ ഇപ്പോൾ വരും. ആ പിന്നെ അധികം ശബ്ദം ഉണ്ടാക്കരുത്, ഞങ്ങൾ താഴെ തന്നെ ഉണ്ട്, പറഞ്ഞേക്കാം. അത് തന്നെ എനിക്ക് ചേച്ചിയോടും പറയാനുള്ളത്. പോടാ അവിടുന്ന്. ഞാൻ ചേച്ചിയെ പിടിച്ച് ഒരു കിസ് ചെയ്ത് മുകളിലേക്ക് പോയി. ഞാൻ ചെന്നപ്പോൾ അമ്മ വെയിറ്റിംഗ് ആയിരുന്നു. അന്ന് ഒരു കിഡിലൻ പെർഫോമൻസ് നടത്തി ഞങ്ങൾ കെട്ടിപ്പിടിച്ചുറങ്ങി. അപ്പോൾ എങ്ങനെയുണ്ട് ഈ സ്റ്റോറി? നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ അല്ലേ? അപ്പോൾ ഇതിൻ്റെ പാർട്ട് 4 വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. പാർട്ട് 4 വേണമെന്ന് കമൻറ്റ് ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ ഒത്തിരി കമൻസ് ഉണ്ടെങ്കിൽ ഞാൻ പാർട്ട് 4 പിന്നാലെ തന്നെ ഇട്ടേക്കാം. അപ്പോൾ വീണ്ടും കാണാം. വിത്ത് ലവ്, അലീന.